കെ ജലീൽ MLA മുൻ മന്ത്രി അദ്ദേഹം പലപ്പോഴും വിളിച്ചു പറയുന്ന അതിന് ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന് വളരെ വല്ലാത്തൊരു വീക്ക്നെസ്സാണ്. അദ്ദേഹം അതിൽ കൂടെ പല വിവാദങ്ങളും കുറിച്ചിടാറുണ്ട്. പക്ഷേ CPMൻ്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉണ്ടാക്കുന്ന വിവാദങ്ങൾക്ക് ഉണ്ടും താനും. അതാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ജലീൽ ഈ അടുത്ത കാലത്ത് വലിയൊരു ഫേസ്ബുക്കിലൂടെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. പ്രസ്താവന എന്ന് പറയുമ്പോൾ അത് ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന. അതായത് മുസ്ലിം ലീഗിൻ്റെ നേതാവായ പാണക്കാട് തങ്ങളോട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മതവിരുദ്ധമാണ് എന്ന മതവേദി പുറപ്പെടുവിക്കണം എന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടു. ഞാനത് നിങ്ങളുടെ ഒരു വാർത്തയായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു ഒരു ഞങ്ങൾ ചർച്ചയും നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം ഒരു അഭിപ്രായം ജലീൽ പറഞ്ഞതിനകത്ത് ജനാധിപത്യ വിരുദ്ധമുണ്ട്, രാഷ്ട്രവിരുദ്ധതയുണ്ട്, എന്നാൽ ഈ കള്ളക്കടത്ത് നടത്തുന്നതെല്ലാം മുസ്ലിം ആണെന്നുള്ള ഒരു സ്ഥിരീകരണമുണ്ട്. ഇതെല്ലാം ഞാൻ ചൂണ്ടിക്കാട്ടിയതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ അത് വലിയ വിവാദമായിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് ഇങ്ങനെ പറഞ്ഞ ജലീലിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സമുദായത്തെയും അപകീർത്തിപ്പെടുത്തി എന്നതാണ് അവരിപ്പോൾ പറയുന്നത്. മതസ്പർദ്ധ ഉണ്ടാക്കി കലാപം ഉണ്ടാക്കാനെന്ന് ജലീലിൻ്റെ ലക്ഷ്യമെന്നും പരാതിയിൽ ഇപ്പോൾ പോലീസിന് പരാതി ഉണ്ട്. അങ്ങനെ പരാതി കൊടുത്തിരിക്കുന്നു. കേസെടുക്കണമെന്നാണ് പറയുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണെന്ന വിവാദ പ്രസ്താവനയിൽ തവന്നൂർ MLA KT ജലീലിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മലപ്പുറം SP-ക്ക് പരാതി നൽകിയിരിക്കുകയാണ്. യൂത്ത് ലീഗ് നേതാവായ UA റസാഖാണ് പരാതി നൽകിയത്. ജലീലിൻ്റെ പ്രസ്താവന ഒരു നാടിനെയും സമുദായത്തെയും അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന്, മതസ്പർദ്ധയുണ്ടാക്കി കലാപം ഉണ്ടാക്കലാണ് ജലീലിൻ്റെ ലക്ഷ്യമെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ രണ്ട് പരാതിക്കാരനും ആർക്കെതിരായിട്ടാണോ പരാതി കൊടുത്ത ജലീലും പരാതിക്കാരനായ യൂത്ത് ലീഗ് നേതാവും രണ്ടുപേരും ഇപ്പോൾ പറയുന്നത് ഈ മുസ്ലിങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഇതിലൊന്നും കയറ്റിപ്പിടിക്കരുത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. സത്യത്തിൽ നമ്മൾ കാണുന്നതാണ്. അത് ജലീൽ പറഞ്ഞിടത്ത് ഒരു യാഥാർത്ഥ്യമുള്ളത് ഈ തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ നമ്മൾ കേസിൽ പെടുന്നതും പിടിക്കപ്പെടുന്നതും. അതുകൊണ്ട് അത് യാഥാർത്ഥ്യവുമാണെന്നാണ്. പക്ഷെ അതിന് എതിരായിട്ടാണ്. അങ്ങനെ പറഞ്ഞില്ലേ, ഞങ്ങളെ എങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ പറയാമോ, അതിൻ്റെ മുസ്ലിങ്ങളുടെ എല്ലാം മൊത്തം അവകാശികൾ ഈ മുസ്ലിം ലീഗാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗ് നേരിടും എന്ന് പറയുമ്പോൾ അവരൊരു ജനാധിപത്യ പാർട്ടിയാണെന്ന് മുസ്ലിം ലീഗ് പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ മുസ്ലിങ്ങളെ കുറിച്ച് വല്ല പറഞ്ഞാൽ ഉടനെ തന്നെ അവർ കയറി കൊള്ളുകയും ചെയ്യും. അത് യാഥാർത്ഥ്യമുണ്ടോ സത്യമുണ്ടോ എന്ന് നോക്കാറുമില്ല. എന്തായാലും സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടും മതവിരുദ്ധമാണെന്ന് മതപണ്ഡിതർ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞതിൽ എന്തു തെറ്റാണുള്ളതെന്ന് KT ജലീൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചതാണ് ഈ യൂത്ത് ലീഗ് നേതാവിനെ പ്രകോപിപ്പിച്ച് SP-ക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ ഭൂരിപക്ഷവും മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണ് എന്ന് തന്നെയാണ് ജലീൽ പറഞ്ഞത്. സ്വർണ്ണക്കടത്തിലെ പ്രതികളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണെന്നും ഹജ്ജിന് പോയ മതപണ്ഡിതർ തിരികെ വരുമ്പോൾ സ്വർണം കടത്തിയെന്നുമുള്ള KT ജലീൽ MLA-യുടെ പരാമർശമാണ് വിവാദമാകുന്നത്. നോക്കൂ, KT ജലീൽ അവിടെയും അല്പയാഥാർത്ഥ്യം പറഞ്ഞു. ഹജ്ജിന് പോകുന്നവർ എല്ലാം തിരിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ കടങ്ങളെല്ലാം തീർത്ത് ഇവിടെ എന്തെങ്കിലും ആരുമായിട്ടെങ്കിലും പിണക്കമോ ഉണ്ടെങ്കിൽ ആ പിണക്കമെല്ലാം തീർത്തിട്ടാണ് ഈ ഹജ്ജിന് പോകുന്നത്. അത്ര ശരീരവും മനസ്സും പ്രവൃത്തിയും എല്ലാം സംശുദ്ധമാക്കിയിട്ടാണ് ഹജ്ജിന് പോകുന്നത്. ആ ഹജ്ജിന് പോകുന്നവർ തിരിച്ചു വരുമ്പോൾ കള്ളക്കടത്ത് സ്വർണവും കൊണ്ട് വരുന്നു എന്ന് ജലീൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അതാണ് യൂത്ത് ലീഗ് നേതാവിനെ ചൊടിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, പാണക്കാട് തങ്ങൾ മതവിരുദ്ധമായി ഇത്തരം പ്രവൃത്തികളെ പ്രഖ്യാപിക്കണമെന്നും. ജലീലിൻ്റെ നേരത്തെ വിവാദ പ്രസ്താവന ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രസ്താവന വിവാദമായതോടെയാണ് വിശദീകരണം ഇപ്പോൾ ഇയാൾ വന്നത്. ആ വിശദീകരണം വന്നപ്പോഴാണ് ജലീൽ ഫേസ്ബുക്കിൽ ഇട്ടതിന് വിശദീകരണം വന്നപ്പോഴാണ് ഈ ഹാജിമാരും സ്വർണ്ണം കടത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞത്. അതിനെതിരായിട്ടാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. ഈ കേസ് കൊടുത്തതാണോ ശരി, ജലീൽ പറഞ്ഞതാണോ ശരി? പ്രേക്ഷകർ നിങ്ങൾ വിലയിരുത്തുക.